ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു സമാന്തര ലോകത്തെ അമേരിക്കയിലെ കഥയാണ് കാണിക്കുന്നത്. അമേരിക്കയിൽ ജനാധിപത്യം തകരുകയും ഭരണം ഒരു സൈനിക സ്വേച്ഛാധിപത്യത്തിന് കീഴിലാവുകയും ചെയ്തു. ആ രാജ്യത്തെ വിറപ്പിക്കുന്ന ഏക നേതാവ് മേജർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളാണ്. അടിച്ചമർത്തപ്പെട്ട ആ ജനതയ്ക്ക് മുൻപിൽ ഭരണകൂടം പുതിയൊരു മത്സരരൂപം അവതരിപ്പിച്ചു. ദ ലോങ് വോക്ക് എന്നതായിരുന്നു ആ മത്സരത്തിൻ്റെ പേര്. ജയിക്കുന്നവനെ അളവറ്റ സമ്പത്തും പ്രശസ്തിയും ഒപ്പം താൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും സാധിച്ചു കിട്ടാനുള്ള ഒരു വരം പോലെയുള്ള അവസരവും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിക്കുന്ന സാധാരണക്കാർക്ക് ഇതൊരു സുവർണ അവസരമായിരുന്നു. രാജ്യത്തുടനീളം ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ഒരു ലോട്ടറിയിലൂടെ 50 പേരെ മത്സരത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. മെയിൻ എന്ന സംസ്ഥാനത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക മത്സരാർത്ഥി റേ ആയിരുന്നു. മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് അമ്മ ജനിക്കൊപ്പം അവൻ കാറിൽ പോകുമ്പോൾ റേ അതീവ ഗൗരവത്തിലായിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത ആ ഒരു കാറിൽ നിറഞ്ഞു നിന്നു. റേ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ജെനി ആഗ്രഹിച്ചെങ്കിലും ഇത് തൻ്റെ തീരുമാനമാണെന്ന് റേ കടുപ്പിച്ചു പറഞ്ഞു. മത്സര സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ജെനി വികാരാധീനയായി തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മയോട് യാത്ര പറഞ്ഞതിന് ശേഷം റേ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചവൻ പീറ്റർ എന്നൊരാളെ പരിചയപ്പെട്ടു. ക്രൂരമായ മത്സരമാണെങ്കിലും അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം വളരെ സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നത്. അവർ പരസ്പരം സംസാരിച്ചും തമാശകൾ പറഞ്ഞും സമയം ചെലവഴിച്ചു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ കേർലി എന്ന ഒരു കുട്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പരിഭ്രമം മറച്ചുവെക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിച്ചിരുന്നു. തനിക്ക് 18 വയസ്സായെന്ന് അവൻ അവകാശപ്പെട്ടെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നാണ് മേജർ അവിടേക്കെത്തുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ നമ്പറുകൾ രേഖപ്പെടുത്തിയ മെറ്റൽ ടാഗുകൾ നൽകിക്കൊണ്ട് മേജർ പ്രഖ്യാപിച്ചു, നിങ്ങളിപ്പോൾ വെറും കുട്ടികളല്ല, പുരുഷന്മാരാണ്. യുദ്ധാനന്തരം സാമ്പത്തികമായി തകർന്ന രാജ്യത്ത് അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ മത്സരം നടത്തുന്നതെന്ന് മേജർ പ്രസംഗിച്ചു. രാജ്യത്തെ ദാരിദ്ര്യത്തിന് കാരണം ജനങ്ങളുടെ മടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ പ്രസംഗത്തിനിടയിൽ ഓരോരുത്തരുടെയും വേഗത അളക്കാനായി കൈകളിൽ ബ്രേസ്ലെറ്റുകൾ ധരിപ്പിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം മത്സര നിയമങ്ങൾ വിശദീകരിച്ചു. ഈ മത്സരത്തിന് ഒരു ഫിനിഷിംഗ് ലൈൻ ഇല്ല. എല്ലാവരും നിർത്താതെ നടക്കണം. ഒരാൾ മാത്രം ബാക്കിയാവുന്നതുവരെ മണിക്കൂറിൽ 3 മൈൽ വേഗതയിൽ നടന്നിരിക്കണം. വേഗത കുറഞ്ഞാൽ ആദ്യത്തെ മുന്നറിയിപ്പ് ലഭിക്കും. 10 സെക്കൻഡിനുള്ളിൽ വേഗത കൂട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാർണിംഗ് ലഭിക്കും. 3 വാർണിങ്ങിന് ശേഷവും വേഗത കുറവാണെങ്കിൽ ആ നിമിഷം അവർ വെടിയേറ്റ് കൊല്ലപ്പെടും. റോഡിൽ നിന്ന് ഒരടി തെറ്റിയാലും മുന്നറിയിപ്പില്ലാതെ വെടിവെച്ചു കൊല്ലും. ആവേശകരമായ പ്രസംഗത്തിന് ശേഷം മേജർ ആകാശത്തേക്ക് വെടിവെച്ച് മത്സരം ആരംഭിച്ചു. അവർ നടന്നു തുടങ്ങി. പിന്നാലെ ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് സൈനിക ട്രക്കുകൾ ഉണ്ടായിരുന്നു. വഴിയരികിൽ ജനക്കൂട്ടത്തെ അനുവദിച്ചിരുന്നില്ല. അവസാന ഭാഗത്ത് മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ. വഴിയിൽ കണ്ട ഒരു പോലീസ് ഓഫീസർ അവരെ സല്യൂട്ട് ചെയ്തപ്പോൾ ഗാരി എന്ന മത്സരാർത്ഥി അവനെ പരിഹസിച്ചുകൊണ്ട് നടുവിരൽ കാണിക്കുകയും നിലത്ത് തുപ്പുകയും ചെയ്തു. 5-ാം മൈൽ എത്തിയപ്പോഴേക്കും ഗൗരവം മാറി പലരും സംസാരിച്ചു തുടങ്ങി. ഇതിനിടയിൽ സ്റ്റെബിൻസ് എന്ന കുട്ടി അല്പം വേഗത കുറച്ചപ്പോൾ തന്നെ സൈനികർ അവന് വാർണിംഗ് നൽകി. സൈന്യത്തിൻ്റെ ക്ഷമ പരിശോധിക്കാനുള്ള തന്ത്രമായിരിക്കാം ഇതെന്ന് മറ്റുള്ളവർ കരുതി. നടത്തത്തിനിടയിൽ ഗാരി തൻ്റെ ഷൂവിനുള്ളിൽ ഒരു കല്ല് കയറിയത് കാരണം അത് മാറ്റാൻ ഒന്ന് നിന്നു. ഉടനെ തന്നെ സൈനികൻ അവന് വരിവരിയായി വാർണിങ്ങുകൾ നൽകാൻ തുടങ്ങി. 3-ാമത്തെ വാർണിങ്ങിന് ശേഷം സൈനികർ അവനു നേരെ തോക്കു ചൂണ്ടിയപ്പോഴേക്കും അവൻ ഷൂ ധരിച്ച് നടന്നു തുടങ്ങി. അത് വിശ്രമിക്കാനുള്ള തൻ്റെ ബുദ്ധിയായിരുന്നുവെന്ന് അവൻ അവകാശപ്പെട്ടു. 7-ാം മൈലിൽ വെച്ച് അവർ സമ്മാനത്തുകയെക്കുറിച്ച് സംസാരിച്ചു. ആർതർ പണത്തിന് വേണ്ടിയാണ് വന്നതെന്ന് തുറന്നു പറഞ്ഞപ്പോൾ പണത്തേക്കാൾ വലിയ കാര്യങ്ങൾ ലോകത്തുണ്ടെന്ന് റേ ഓർമ്മിപ്പിച്ചു. തങ്ങൾ സ്വമേധയാ വന്നതാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും രാജ്യത്തെ ദാരിദ്ര്യം തങ്ങളെക്കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണെന്ന് റേ ആക്രോശിച്ചു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അപകടകരമാണെന്ന് ചിലർ ഭയപ്പെട്ടിരുന്നു. പീറ്റർ റേയെ പിന്തുണയ്ക്കുകയും ജയിച്ചാൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു. സംസാരത്തിനിടയിൽ
പീറ്റർ ഒരു സിഗരറ്റ് കത്തിച്ചു. ഇതിനിടയിൽ റിച്ചാർഡ് എന്ന കുട്ടി എല്ലാവരുടെയും പേരും നമ്പറും കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. മത്സരത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി പ്രശസ്തനാകാനാണ് അവൻ്റെ ആഗ്രഹം. എന്നാൽ മത്സരത്തിൽ ജയിച്ചാൽ പിന്നെ എന്തിനാണ് വേറെ പ്രശസ്തിയെന്നും ചോദിച്ചുകൊണ്ട് പീറ്റർ അവനെ കളിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ കേർലി എന്ന കുട്ടി കാലിലെ വേദന കൊണ്ട് നിലവിളിച്ചു. അവൻ്റെ വേഗത കുറഞ്ഞതോടെ സൈനികർ വാണിംഗ് നൽകി. റേയും പീറ്ററും അവനെ സഹായിക്കാൻ നോക്കിയെങ്കിലും വേദന സഹിക്കാനാവാതെ കേർലി നിലത്ത് വീണു. മൂന്നാമത്തെ വാണിങ്ങിന് ശേഷം ഒരു സൈനികൻ അവൻ്റെ തലയ്ക്ക് വെടിവെച്ചു. അങ്ങനെ അവൻ ദാരുണമായി കൊല്ലപ്പെട്ടു. ആ കാഴ്ച കണ്ട് വിറച്ചുപോയ റേയുടെയും വേഗത കുറഞ്ഞു. ഉടനെ റേയ്ക്കും വാണിംഗ് കിട്ടിയപ്പോൾ പീറ്റർ അവനെ പിടിച്ച് മുന്നോട്ട് നയിച്ചു. തൊട്ടുപിന്നാലെ മേജർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മരിച്ചു വീണ പോരാളിയെ നാം ഓർക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഇതിനിടയിൽ റേ ഒരു സൈനികനോട് വെള്ളം ചോദിക്കുകയും അയാളുടെ തോക്കിൽ ഒന്ന് തട്ടുകയും ചെയ്തിരുന്നു. 17-ാം മൈലിലെത്തിയപ്പോൾ വഴിയരികിൽ റേയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി പ്ലക്കാർഡുമായി നിൽക്കുന്നത് അവൻ കണ്ടു. പെട്ടെന്നൊരു കുട്ടി അപസ്മാരം ബാധിച്ച് റോഡിൽ വീണു. സൈനികർ വാണിംഗ് നൽകുന്നതിനിടയിൽ ഗാരി അവനെ പരിഹസിച്ചുകൊണ്ട് അവന് മുകളിലൂടെ ചാടി മുന്നോട്ട് നീങ്ങി. അധികം വൈകാതെ ആ കുട്ടിയും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. 25-ാം മൈലിൽ വെച്ച് ഗാരി റാങ്ക് എന്ന മറ്റൊരു കുട്ടിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. റാങ്കിൻ്റെ അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ റാങ്ക് അവനെ അടിക്കാൻ മുതിർന്നു. എന്നാൽ അടി കൊള്ളാതെ ഗാരി ഒഴിഞ്ഞു മാറുകയും റാങ്ക് നിലത്ത് വീഴുകയും ചെയ്തു. സമയത്തിന് എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന റാങ്കിനെ സൈനികർ വെടിവെച്ചു കൊന്നു. ഗാരിയോടുള്ള ദേഷ്യം കൊണ്ട് മറ്റുള്ളവർ അവനെ ശപിച്ചു. പിന്നീട് നടത്തത്തിനിടയിൽ മലമൂത്ര വിസർജനം നടത്താൻ ശ്രമിച്ച ഒരു കുട്ടിക്ക് വേഗത നിലനിർത്താൻ കഴിയാതെ വന്നപ്പോൾ അയാളെയും സൈനികർ വധിച്ചു. 35 മൈലുകൾ പിന്നിട്ട് ഇപ്പോൾ രാത്രിയായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മേജർ വീണ്ടും മത്സരാർത്ഥികളുടെ പക്കലേക്കെത്തി. ഇതൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും നിങ്ങൾ ധീരരാണെന്നും ആവർത്തിച്ചുകൊണ്ട് അവൻ അവരെ വീണ്ടും അഭിനന്ദിച്ചു. പക്ഷേ മരണത്തിൻ്റെ നിഴൽ ആ രാത്രിയിൽ അവരെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ക്ഷീണം കൊണ്ട് തളർന്നുപോയ റേ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ അവൻ തൻ്റെ അമ്മയെ സ്വപ്നം കാണുകയാണ്. എന്നാൽ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞതോടെ സൈനികർ അവനെ വാണിംഗ് നൽകി. പീറ്റർ വേഗത്തിൽ അവനെ തട്ടി വിളിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. അവർ നടന്നു നീങ്ങുന്നതിനിടയിൽ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു. സംസാരത്തിനിടയിൽ റേ വീണ്ടും അറിയാതെ വേഗത കുറച്ചു. അത് രണ്ടാമത്തെ വാണിംഗും അവന് ലഭിക്കാൻ കാരണമായി. പരിഭ്രമിച്ച് വേഗത കൂട്ടാൻ ശ്രമിച്ച റേ കുറച്ച് ചൂടുകൾക്ക് ശേഷം കാലിടറി വീഴുകയാണ്. അതോടെ അവന് മൂന്നാമത്തെ വാണിംഗും ലഭിച്ചു. ഇനി അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഒരു തെറ്റും വരുത്താതെ നടന്നാൽ മാത്രമേ ഈ വാണിംഗുകൾ ഒഴിവാക്കാൻ അവന് സാധിക്കുകയുള്ളൂ. പീറ്റർ അവനെ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആകെ തകർന്നു പോയ റേ അവനോട് തട്ടിക്കയറി. പീറ്റർ വെറുതെ സ്നേഹം അഭിനയിക്കുകയാണെന്ന് റേ ദേഷ്യത്തോടെ പറഞ്ഞു. ആ സമയത്താണ് അവർ കുത്തനെയുള്ള ഒരു മലക്കയറ്റം കയറാൻ തുടങ്ങിയത്. എല്ലാവരും തളർന്നു തുടങ്ങിയിരിക്കുന്നു. പലരും മലക്കയറ്റത്തിനിടയിൽ വീഴുകയും സൈനികരാൽ കൊല്ലപ്പെടുകയും ചെയ്തു. തൻ്റെ പിന്നിൽ നടക്കുന്ന മരണങ്ങളെ അവഗണിക്കാൻ റേ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാരി അവനെ പരിഹസിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ബോധം മറിഞ്ഞ് റേ താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ പീറ്റർ അവനെ താങ്ങിപ്പിടിച്ചു. ആ സഹായത്തിന് നന്ദി പറഞ്ഞ റേ നേരത്തെ തട്ടിക്കയറിയതിനെ പീറ്ററോട് ക്ഷമ ചോദിച്ചു. ദിവസം നേരം പുലരുമ്പോൾ അവർ 59-ാം മൈലിൽ എത്തിയിരുന്നു. തലേ ദിവസത്തെ ആ കഠിനമായ മലകയറ്റത്തിന് ശേഷം വെറും 18 പേർ മാത്രമാണ് ബാക്കിയായത്. 67-ാം മൈലിൽ എത്തിയപ്പോഴേക്കും ഹാങ്ക് എന്ന മത്സരാർത്ഥിയുടെ അവസ്ഥ വളരെ മോശമായി. അവനെ സഹായിക്കാൻ വന്ന പീറ്ററിനെ അവൻ ആട്ടിപ്പായിച്ചു. പിന്നീട് കണങ്കാലിൽ പരിക്കേറ്റ് മുടന്തി നടന്നിരുന്ന റിച്ചാർഡ് എന്ന യുവാവിനെ ഇനി വയ്യെന്ന് തോന്നുകയാണ്. അവൻ റോഡിൽ തളർന്നു വീണു. അവിടെ അടുത്തുണ്ടായിരുന്ന 2 കൊച്ചുകുട്ടികൾ നോക്കി നിൽക്കെ സൈനികർ റിച്ചാർഡിൻ്റെ തലയിലേക്ക് വെടിവെച്ചു. 100-ാമത്തെ മൈൽ പിന്നിട്ടപ്പോൾ മേജർ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവരെ അഭിനന്ദിച്ചു. പിന്നീട് ആ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും സൈനികർ അവനെയും വെടിവെച്ചിട്ടു. 103-ാം മൈലിലെത്തിയപ്പോൾ അവർ തങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരാൾക്ക് പകരം 2 വിജയികൾ ഉണ്ടാകണമെന്നതായിരുന്നു പീറ്ററിൻ്റെ ആഗ്രഹം. എന്നാൽ
രാജ്യത്തെ വ്യവസ്ഥിതി മാറ്റണമെന്നാണ് റേ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ആഗ്രഹം കൊണ്ട് ഈ ക്രൂരമായ ഭരണകൂടത്തെ മാറ്റാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ ഓർമ്മിപ്പിച്ചു. നിരാശരായ അവർ മേജറെയും ഈ മത്സരത്തെയും ഉറക്കെ ശപിച്ചു. അന്ന് വൈകുന്നേരം ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഉറക്കം തൂങ്ങി വീഴാൻ പോയ റേയെ പീറ്റർ താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. പിറ്റേന്ന് രാവിലെ 144 മൈലിലെത്തിയപ്പോൾ ആർതർ എന്ന കുട്ടിക്ക് മലമൂത്ര വിസർജനം നടത്താനായി നിൽക്കേണ്ടി വന്നു. ഉടനെ സൈനികർ അവനെ വാണിംഗ് നൽകി. കാര്യം സാധിക്കും മുൻപേ അവനെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. തളർച്ച മറയ്ക്കാൻ റേ തൻ്റെ അച്ഛനെക്കുറിച്ച് പീറ്ററോട് പറഞ്ഞു. അച്ഛനായിരുന്നു അവൻ്റെ ഹീറോ. ഭരണകൂടം നിരോധിച്ച തത്വശാസ്ത്രം പോലുള്ള വിഷയങ്ങൾ അദ്ദേഹം റേയെ പഠിപ്പിച്ചിരുന്നു. മേജർ നേരിട്ട് വന്ന് ആ പാഠങ്ങൾ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അച്ഛൻ വഴങ്ങിയില്ല. അതിൻ്റെ ശിക്ഷയായി അദ്ദേഹത്തെ വധിച്ചു. താൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ യഥാർത്ഥ രഹസ്യം റേ വെളിപ്പെടുത്തി. ജയിച്ചേ ഒരു തോക്ക് വാങ്ങി മേജറെ കൊല്ലുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. വഴിയിൽ തങ്ങളുടെ കഷ്ടപ്പാടുകൾ നോക്കി നിന്നിരുന്ന ജനങ്ങളെ അവൻ വെറുത്തു. എന്നാൽ അവരും ഈ വ്യവസ്ഥിതിയുടെ ഇരകളാണെന്ന് പീറ്റർ അവനെ ഓർമ്മിപ്പിച്ചു. 107 മൈലിലെത്തിയപ്പോഴേക്കും ആർക്കും സംസാരിക്കാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയായി. കാലിൽ നിന്ന് ചോരയൊലിച്ച് തളർന്നൊരു കുട്ടി സഹായത്തിനായൊരു ടാങ്കിലേക്ക് കയറാൻ ശ്രമിച്ചു. സൈനികർ അവനെ തള്ളിയിടുകയും ടാങ്ക് അവൻ്റെ കാലിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. വേദന കൊണ്ട് നിലവിളിക്കുമ്പോഴും അവന് വാണിംഗ് ലഭിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സൈനികർ അവൻ്റെയും കഥ കഴിച്ചു. ആ ക്രൂരത കണ്ട് ഭ്രാന്തി പിടിച്ച മറ്റൊരു കുട്ടി വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി റോഡിൽ നിന്ന് ദൂരേക്ക് ഓടാനായി ശ്രമിച്ചു. അവനും ദാരുണമായി കൊല്ലപ്പെട്ടു. വൈകുന്നേരം ഹാങ്ക് പൂർണ്ണമായും തകർന്നു. ഇനി ഒരടി മുന്നോട്ട് പോകാൻ വയ്യാതെ അവൻ സൈനികരുടെ വണ്ടിക്ക് നേരെ തിരിഞ്ഞു നടന്നു. മരണം അവനെയും തേടിയെത്തി. തൻ്റെ സുഹൃത്തിൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആർതറെ റേ ബലം പ്രയോഗിച്ചാണ് മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പിറ്റേന്ന് 209 മൈലിൽ വെറും 6 പേർ മാത്രമായി ചുരുങ്ങി. ഹാഗിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സമ്മാനത്തുക പങ്കുവയ്ക്കുമെന്ന് അവർ തീരുമാനിച്ചു. ഏവരാലും അവഗണിക്കപ്പെട്ട ഗാരി ഒടുവിൽ റേയോട് ക്ഷമ ചോദിച്ചു. റാങ്കിൻ്റെ മരണം തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് അവൻ ഏറ്റുപറഞ്ഞു. കുറ്റബോധം സഹിക്കാനാവാതെ ഗാരി ഒരു സ്പൂൺ ഉപയോഗിച്ച് സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു. സൈനികർ പതിവ് പോലെ അവൻ്റെ തലയിലേക്കും നിറയൊഴിച്ചു. 5-ാം ദിവസം റേയുടെ സ്വന്തം നാട്ടിലൂടെയുള്ള റോഡിലൂടെ അവർ നടന്നു. അമ്മയെ കാണാൻ കഴിയുന്നത് റേയുടെ ഭാഗ്യമാണെന്ന് കോളി പറഞ്ഞെങ്കിലും അമ്മയെ വീണ്ടും ഉപേക്ഷിച്ചു പോകുന്നത് ഒരു ശാപമാണെന്ന് റേ കരുതി. 286 മൈലിൽ വെച്ച് റേയുടെ ബൂട്ട് പൊളിഞ്ഞു. നഗ്നപാതനായി നടന്ന റേയുടെ കാൽപാദങ്ങൾ മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു. വഴിയരികിൽ അമ്മയെ കണ്ടപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട റേ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാനായി ഓടി. എന്നാൽ അമ്മ അവനെ തടഞ്ഞു. പീറ്റർ അവനെ പിടിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം സൈനികർ വെടിവെച്ചില്ല. കരഞ്ഞുകൊണ്ട് അമ്മയോട് അവൻ ക്ഷമ ചോദിക്കുമ്പോൾ താൻ തൻ്റെ അച്ഛനെ പോലെയാണെന്ന് റേ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ പീറ്റർ തൻ്റെ കഥ പറഞ്ഞു. അനാഥനായി വളർന്ന അവനെ അമ്മാവൻ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. തെരുവുകളിൽ അടിപിടി കൂടി വളർന്ന പീറ്റർ താൻ ജയിച്ചാൽ അനാഥരെ സഹായിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇനി ആരെയും സഹായിക്കരുതെന്ന് സ്റ്റെഫിൻസ് പറഞ്ഞു. ആർതറിൻ്റെ മൂക്കിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അത് കാണാത്ത ഭാവം നടിച്ചു. അത് കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് കോളി ഒരു സൈനികൻ്റെ തോക്ക് തട്ടിയെടുത്ത് അയാളെ വെടിവെച്ചു കൊന്നു. തിരിച്ചുള്ള വെടിവെപ്പിൽ കോളിയും മരിച്ചു വീണു. വൈകാതെ ആർതറും തളർന്നു. തൻ്റെ ലോക്കറ്റ് മുത്തച്ഛയ്ക്ക് നൽകണമെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ട ശേഷം അവൻ മരണത്തിലേക്ക് നടന്നു നീങ്ങി. ഇപ്പോൾ റേയും പീറ്ററും സ്റ്റെഫിൻസും മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ താൻ മേജറുടെ അവഹിത സന്താനമാണെന്ന സത്യം സ്റ്റെഫിൻസ് വെളിപ്പെടുത്തി. തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുക എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. എന്നാൽ അതീവ ക്ഷീണിതനായ സ്റ്റെഫിൻസ് നിന്നു പോവുകയാണ്. സ്വന്തം മകനായിരുന്നിട്ടും മേജർ യാതൊരു ദയയും കാണിച്ചില്ല. സ്റ്റെഫിൻസിനും മരണം വിധിച്ചു. അവസാനം 331 മൈലിൽ ജനക്കൂട്ടത്തിന് നടുവിലൂടെ റേയും പീറ്ററും മാത്രമായി മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. റേയ്ക്ക് വേണ്ടി താൻ പിന്മാറാമെന്ന് പീറ്റർ പറഞ്ഞെങ്കിലും റേ സമ്മതിച്ചില്ല. പീറ്റർ മുന്നോട്ട് നടന്നപ്പോൾ റേ പിന്നിൽ നിൽക്കുകയായിരുന്നു. സൈനികർ റേയ്ക്ക് നേരെ തോക്കു ചൂണ്ടി. പീറ്റർ അവനെ രക്ഷിക്കാൻ ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും റേ വെടിയേറ്റ് വീണിരുന്നു.
പീറ്ററിനോട് സ്നേഹം കാണിച്ചുകൊണ്ട് അമ്മയോട് തന്നോട് ക്ഷമിക്കണമെന്നറിയിച്ച് റേ കണ്ണുകളടച്ചു. പീറ്റർ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു. പീറ്ററിൻ്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ തനിക്കൊരു തോക്ക് വേണമെന്നാണ് അവൻ പറഞ്ഞത്. തൻ്റെ വിജയത്തിൻ്റെ അടയാളമായി മക്കൾക്ക് നൽകാനാണെന്ന് അവൻ കള്ളം പറഞ്ഞു. മേജറുടെ അനുമതിയോടെ അവന് തോക്ക് നൽകപ്പെട്ടു. എന്നാൽ തോക്ക് കിട്ടിയ നിമിഷം പീറ്റർ അത് മേജറിൻ്റെ നേർക്ക് ചൂണ്ടി. ഇത് റേക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പീറ്റർ ആ സ്വേച്ഛാധിപതിയെ വെടിവെച്ചു കൊന്നു. ആ ദാരുണമായ മത്സരത്തിന് വിരാമമിട്ട് പീറ്റർ അവിടെ നിന്നും നടന്നു നീങ്ങി. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.